നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയത് കേരള മുനിസിപ്പാലിറ്റി നിയമവും സുപ്രീം കോടതിയുടെ മുൻവിധികളും പരിശോധിച്ച ശേഷം ഇഷ്ടദേവതകളുടെയും ബലിദാനികളുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇത് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തിയാണ് കോടതിയുടെ നടപടി. നാലാഴ്ചയ്ക്കകം കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോടതി തീരുമാനം അംഗീകരിക്കുമെന്നാണ് മേയർ വി രാജേഷ് പ്രതികരിച്ചത്. കോടതി വിധി അനുസരിച്ച് കൗൺസിൽ അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതനടക്കം സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുമെന്നും വി രാജേഷ് പറഞ്ഞു. കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയാകും. കൗൺസിലർമാർ എന്ന നിലയിൽ അവരുടെ മുൻ പ്രവർത്തനങ്ങളെ ഇതൊന്നും ബാധിക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി LDF പാർലമെന്റ് പാർട്ടി നേതാവ് SP ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മേയർ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചട്ടം ലംഘിച്ച് വോട്ട് ചെയ്തവരുടെ വോട്ടുകൾ അസാധുവാക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ അംഗങ്ങളായി മാറിയതിനാൽ കോടതിയെ സമീപിക്കാമെന്നാണ് കളക്ടർ അറിയിച്ചത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള മുനിസിപ്പാലിറ്റി നിയമം 1994 അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ദൈവനാമത്തിലല്ലെങ്കിൽ സഗൗരവം മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിന് വിപരീതമായി വ്യക്തികളുടെയോ ഇഷ്ടദേവതകളുടെയോ രക്തസാക്ഷികളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് പ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടലംഘനമാണ്. ഔദ്യോഗിക സത്യപ്രതിജ്ഞാ വാചകങ്ങളിൽ മാറ്റം വരുത്താനോ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർക്കലുകൾ നടത്താനോ സഭാ അംഗങ്ങൾക്ക് നിയമപരമായി അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. ഔദ്യോഗികമായി നിശ്ചയിച്ചു നൽകിയ സത്യപ്രതിജ്ഞാ വാചകത്തിന് പകരം BJPയുടെ 20 കൗൺസിലർമാർ തങ്ങൾക്കിഷ്ടമുള്ള ദേവതകളുടെയും വ്യക്തികളുടെയും പേരിലാണ് പ്രതിജ്ഞ ചെയ്തത്. 2025 ഡിസംബർ 21 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും BJP പ്രവർത്തകർക്കൊപ്പം റാലിയായി എത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. BJPയിലെ 20 അംഗങ്ങൾ ബലിദാനി, കാവിലമ്മ, തിരുവല്ലം പരശുരാമൻ, ഭാരതാംബ അടക്കമുള്ള നാമങ്ങളിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ചട്ടലംഘനമാണെന്ന ഹർജിയിലെ വാദം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു. സുപ്രീം കോടതിയുടെ അടക്കമുള്ള മുൻവിധികളും ഇടപെടലുകളും വ്യക്തമാക്കിയാണ് SP ദീപക് പരാതി നൽകിയത്. 20 അംഗങ്ങൾക്കും 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമൊരുക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. സത്യപ്രതിജ്ഞയിൽ അസാധാരണമായ ഒന്നുമില്ലെന്നായിരുന്നു വിവാദങ്ങളോടൊന്ന് BJP പ്രതികരിച്ചത്. ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടവരുടെ കൂട്ടത്തിലുണ്ട്. കോടതി വിധി അനുസരിച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യേണ്ട കൗൺസിലർമാരുടെ പേരുകൾ ഇങ്ങനെയാണ്: പാങ്ങോട് വാർഡിൽ നിന്നും വിഷ്ണുമോഹൻ, കരിമം വാർഡിൽ നിന്നും ആശാനാഥ്, ഫോർട്ടിൽ നിന്നും ഹരികുമാർ, പെരുന്താനിയിൽ നിന്നും ദീപ S നായർ, ശ്രീകണ്ഠേശ്വരത്ത് നിന്നും സുകന്യ, കടകംപള്ളിയിൽ നിന്നും ജയ രാജീവ്, ആറ്റിപ്രയിൽ നിന്നും സുനിൽ, ആക്കുളത്ത് നിന്നും അഡ്വക്കേറ്റ് മിനി, പൂങ്കുളത്ത് നിന്നും വയൽക്കര രതീഷ്, ചെറുവയ്ക്കൽ നിന്നും വിനോദ്, തിരുവല്ലത്ത് നിന്നും ഗോപകുമാർ, ആറ്റുകാൽ നിന്നും സുധി SS, കമലേശ്വരത്ത് നിന്നും V ഗിരി, മണക്കാട് നിന്നും സരിത P, മണ്ണന്തലയിൽ നിന്നും ഉദയൻ, വാഴോട്ടുകുണത്ത് നിന്നും സുഗതൻ, വലിയശാലയിൽ നിന്നും സൂര്യ, പൊന്നുമംഗലത്ത് നിന്നും ശ്രീദേവി, മേലാങ്കോട് നിന്നും പാപ്പരങ്കോട് സജി, നെടുങ്ങാട് നിന്നും ബീന എന്നിവരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. അതേസമയം കാപ്പ കേസിൽ അറസ്റ്റിലായ വാഴോട്ടുകുണം കൗൺസിലർ സുഗതൻ നിലവിൽ ജയിലിലാണ്. സുഗതൻ ഉൾപ്പെടെയുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചിട്ടുണ്ട്.